ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വേനലിൽ വിളയുന്ന പഴങ്ങൾക്ക് മാധുര്യമുണ്ടെന്ന് അറിയുന്നത് പോലെ ദൈവമേ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ തെളിച്ചമുണ്ടെന്ന് അങ്ങ് ഈ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ചില സഹനങ്ങൾ വരുമ്പോൾ കുതറി മാറുന്ന അയോഗ്യരും ബലഹീനരുമായ ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ അർത്ഥതലം അങ്ങയുടെ തിരുവചന ധ്യാനത്തിലൂടെ അവിടുന്ന് പഠിപ്പിക്കുകയും ഈ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങ് നൽകുന്ന രക്ഷയെ ഇന്ന് ഈ തിരുവചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സഹനത്തിൻ്റെ മുൾമുനയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈശോയെ ഇന്ന് ഈ രാത്രിയിൽ അങ്ങ് സ്പർശിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വൃന്ദമാലാഖമാരെ, ക്രോവന്മാരെ, ഈ ശുശ്രൂഷ കേൾക്കുന്ന എല്ലാ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയും മാനസികമായും ശാരീരികമായും തളർന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം അനേകർക്ക് ആശ്വാസത്തിന് കാരണമായി തീരട്ടെ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11, 4 മുതലുള്ള തിരുവചനങ്ങൾ. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കുന്നതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. യേശു മർത്തയെയും അവരുടെ സഹോദരനെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടെ ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയിലേക്ക് പോകാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ഈ തിരുവചനം വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ സംശയമാണ്, എന്തുകൊണ്ടാണ് ലാസർ ഇങ്ങനെ മരണാസന്നനാണെന്ന് അറിഞ്ഞിട്ടും 2 ദിവസമായിട്ടും ഈശോ അങ്ങോട്ട് പോകാതിരുന്നത് എന്നുള്ളത്. ഈശോ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിസിറ്റ് ചെയ്ത ഒരു ഭവനം അത് ഈ ലാസറിൻ്റെ കുടുംബമാണ് എന്നാണ് പറയുന്നത്. ഈശോ സ്നേഹിച്ച ഏറ്റവും നല്ല ഒരു സ്നേഹിതനായിരുന്നു ലാസർ എന്നും മർത്തയും മറിയവുമായിരുന്നു ഈശോയുടെ ഏറ്റവും അടുത്ത് നിന്നവര് എന്നൊക്കെ പറയുന്ന ഇത്രയും നല്ല ഒരു ബന്ധമുണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വേദനയുടെ സമയത്ത് ഈശോ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചില്ല എന്നുള്ളത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു തിരുവചന ഭാഗമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പശ്ചാത്തലം എടുത്തത്. അവൻ 2 ദിവസം അവിടെ താമസിച്ചു, എങ്കിലും അവൻ രോഗി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടെ ചെലവഴിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് ഒരു വ്യാഖ്യാനത്തിനായിട്ട് എടുക്കുന്നത്. രോഗിയാണെന്ന് അറിഞ്ഞിട്ടും യേശു എന്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയില്ല, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു രോഗം മാറ്റാനായിട്ട് കർത്താവ് ഇടപെട്ടില്ല എന്നുള്ളത്. ഈ ഒരു ചോദ്യം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ആലോചിച്ച്, അല്ലെങ്കിൽ ഇത്രയും കുറേ നാൾ ഈ തിരുവചനത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇതിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞ ഉത്തരമാണ് എൻ്റെ ഈ ഒരു സംശയത്തെ അവിടുന്ന് പരിഹരിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അതിത്രയാണ്, ലാസറിൻ്റെ സഹനത്തിന് ഈശോ ഒരു അവസരം കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് ഈശോ 2 ദിവസം മാറി നിന്നേ എന്നതാണ് അതിലൊരു വ്യാഖ്യാനം. അതായത് സഹിക്കാനായിട്ട് ഒരു മനുഷ്യനെ ഈശോ ഇങ്ങനെ ഒരുക്കി വിടുന്നതിൻ്റെ ഒരു സൂചനയാണ് അവിടേക്ക് ചെല്ലാതിരുന്നത് എന്നാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ എളുപ്പമുള്ള കാര്യം എന്തായിരുന്നു? ആ സഹനത്തിൽ നിന്ന് അവനെ എടുത്തു മാറ്റായിരുന്നു എന്നുള്ളതാണ് ഈശോയ്ക്ക് ചെയ്യായിരുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം. എന്നിട്ട് ഈശോ ചെയ്യുന്നത് എന്താ? 2 ദിവസം അവൻ ആ വേനലിൻ്റെ വറുതിയിലൂടെ ഇങ്ങനെ പറഞ്ഞു വിടുക. എന്തൊക്കെ സഹിക്കാനുണ്ടോ നീ അത്രയും സഹിക്കണം എന്ന് പറഞ്ഞ് മരണത്തോളം അവനെ ആ വേദനയിലൂടെ കടത്തിവിടുന്ന ഒരു തിരുവചന ഭാഗം ഇത്. അതിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നത് ഇങ്ങനെയാണ്: സഹിക്കാൻ ഈശോ അവസരം കൊടുക്കുന്നു എന്നുള്ളത്. ഈ ഒരു തിരുവചന ധ്യാനത്തിലായിരിക്കുന്ന നമ്മളോട് ഈശോ ചോദിക്കണ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നമ്മുടെ ലൈഫിലുള്ള സഹനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താ? സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സഹനം ഒരു സ്നേഹപ്പുതപ്പായിട്ടൊന്നും, സ്നേഹമുള്ളവരെ, എനിക്കും നിങ്ങൾക്കൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട കാര്യമല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടം സഹനങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളത് തന്നെയാണെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ആർക്കാണ് സഹനങ്ങൾ ഇഷ്ടമുള്ളത്? ഞാനിങ്ങനെ അൽഫോൺസമ്മയുടെ തിരുനാൾ വരുമ്പോൾ അൽഫോൺസമ്മയോട് ഒരല്പം സ്നേഹക്കുറവ് കാണിക്കാറുണ്ട്.
സ്നേഹക്കുറവ് കാണിക്കുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അൽഫോൺസമ്മേനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സഹനങ്ങൾ സ്വീകരിക്കേണ്ടി വരുമോ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പേടിയുണ്ട് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് അൽഫോൺസമ്മയുടെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഈശോയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സഹനങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഈ സിസ്റ്ററിന് ഇത്ര ക്വാളിറ്റി ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കാം. അപ്പം അതുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത് സഹിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എഷ്വറൻസ് അല്ലെങ്കിൽ ഒരു മുദ്രപത്രം പോലെ ഒപ്പിട്ട് വായിക്കാനാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. അതായത് സഹിക്കുന്നവർക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ക്രിസ്തു തന്നെയാണ്. സഹനത്തിൻ്റെ ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാനുള്ളതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പേര് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൻ്റെ പുസ്തകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സഹനദാസൻ എന്നാണ് പറയുന്നത്. കൊല്ലാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ വേദന അനുഭവിച്ചു എന്നും ഏറ്റവും കൂടുതൽ രക്തത്തിൻ്റെ കുഞ്ഞാടായിട്ട് കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടായിട്ട് അവൻ തീർന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഈശോയെക്കുറിച്ച് പറയാണ് ഏറ്റവും അധികം സഹനങ്ങളിലൂടെ കടന്നുപോയത്. പഴയ നിയമത്തിൻ്റെ ജോബിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ നിയമത്തിൽ ഈശോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ. ഈശോയ്ക്ക് വേണമെങ്കിൽ ഒരു സഹനത്തിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടായിരുന്നു. അത് അവർ ചോദിക്കുന്നുണ്ട്, അധികാരികളായ പീലാത്തോസൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്കിതിൽ നിന്ന് മാറാൻ ആഗ്രഹമുണ്ടോ? ഈശോയ്ക്ക് വേണമെങ്കിൽ ഈ സഹനം ഒഴിവാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ ഈ സാധനത്തെ ഇങ്ങനെ പതുക്കെ സഹനം എന്ന് പറയുന്നത് സഫറിങ്ങിൽ നിന്ന് അവനിങ്ങനെ മാറുമായിരുന്നു. പക്ഷേ തിരുവചനത്തിൽ നമ്മൾ ഒരിടത്തും കാണുന്നില്ല അവന് ഒരു സഹനത്തെയും അവനങ്ങനെ വേണ്ട എന്ന് വെച്ചില്ല. അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ തിരുവചനമൊക്കെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വെറുതെ അതങ്ങനെ ബൈബിളിൽ എഴുതിയിടാനായിട്ട് ഒരു സാധ്യതയുമില്ല. നമ്മളിതിന് ജീവചരിത്രങ്ങൾ, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും കാണുന്നത് ഈ വിശുദ്ധരെല്ലാം തന്നെ സഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സഹനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരുവൻ സഹിക്കുമ്പോൾ കിട്ടുന്ന കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. 3-4 കാര്യങ്ങളൊന്ന് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, ആരൊക്കെ സഹിക്കുന്നോ അവർക്ക് മാത്രമാണ് ഒരു ശുദ്ധീകരണ പ്രക്രിയ സ്വന്തമാവുള്ളൂ എന്നുള്ളതാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണ പ്രോസസ്സ് നടക്കണമെങ്കിൽ അത് നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്നുള്ളത് ചില സഹനങ്ങളിലൂടെ കടന്നുപോയവരുടെ ജീവിതത്തിലാണ് ഒരു ശുദ്ധീകരണ പ്രക്രിയ സംഭവിക്കുകയുള്ളൂ. നമ്മൾ ഈ മലാക്കിയുടെ പുസ്തകത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. സ്വർണം ശുദ്ധി ചെയ്യുന്നത് പോലെ, അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. ഈ സ്വർണത്തിൻ്റെ പ്രത്യേക, സ്വർണത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് എങ്ങനെയാണ്? അതൊരു തീയിലിട്ട് അത്രയും ഈ സ്വർണത്തെ ഉരുക്കി കഴിയുമ്പോഴാണ് ഈ സ്വർണത്തിൽ നിന്ന് മാലിന്യങ്ങൾ മാറിയിട്ട് അത് 916 എന്ന് പറയണ ആ സ്വർണ്ണമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്വർണ്ണമായിട്ട് തീരുന്നത് ഈ ഒരു ഇത്രയും തീയിലൂടെ അത് കടന്നു പോകുമ്പോഴാണ്. നമുക്കറിയാം, ഒരു കല്ല് വെറുതെ കിടക്കുന്ന കല്ലും അത് മാറിക്കിടക്കുന്ന വിഗ്രഹവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ഒരു വിഗ്രഹമായിട്ട് രൂപപ്പെടുന്നത്? സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഏറ്റവും നല്ല ശുദ്ധിയുള്ള ഒരു വിഗ്രഹം രൂപപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈശോയുടെയോ അല്ലെങ്കിൽ മറ്റു വിശുദ്ധരുടെ ഏതെങ്കിലും ഒരു രൂപം നമ്മൾ കല്ലുകൊണ്ട് കൊത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രയല്ലേ? കല്ലുകൾ കുറേ കിടക്കുന്നുണ്ട്, പക്ഷേ ഒരു കല്ല് തയ്യാറാവാണ് ഈ പറയണ ഇത് ഉണ്ടാക്കുന്ന വ്യക്തി അതെത്ര മുറിവ് എനിക്ക് ഏൽപ്പിച്ചാലും ഞാൻ മാറിപ്പോവില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ ഈ പറയുന്ന കത്തിയുടെയും മൂർച്ച കൂടിയ ആയുധങ്ങളുടെയും വേദനകളും മുഴുവൻ ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള ഒരു രൂപമായിട്ട് തീരണേ, അല്ലെങ്കിൽ ഒരു പ്രതിമയായിട്ട് തീരണേ. മറ്റേ കല്ലോ ഒരു എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുകയാണ്, അതുകൊണ്ട് അതിനൊരു പ്രത്യേകതയില്ല, അതിനൊരു ശുദ്ധീകരണ പ്രക്രിയ നടക്കണില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കുള്ള ആദ്യത്തെ സുവിശേഷം ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത് സഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ തെളിച്ചമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ ഈ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോയത്. ഈ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ് ഗാഗുൽത്ത വരെ അവൻ കുരിശ് ചുമർന്ന് ഇത്രയും സഹനങ്ങൾ എടുത്തത് മാനവകുലത്തിൻ്റെ മുഴുവൻ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ആദം ചെയ്ത ഹവ്വ ചെയ്ത പാപത്തിൻ്റെ ആ കറ നീക്കാനായിട്ട് അവൻ ചെയ്യുന്ന മറ്റൊരു കുരിശു മരണമാണ്. ആദം വഴിയായിട്ട് ഒരു മരം വഴിയായിട്ട്, ഒരു മരത്തിലൂടെ വന്ന പഴം കഴിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചെങ്കിൽ വേറെ ഒരു മരത്തിൻ്റെ മുകളിൽ മരം ചുമന്ന് ഈശോ എന്ത് ചെയ്യുക, ഈ കുരിശിൻ്റെ സഹനങ്ങളിലൂടെ കടന്നുപോയിട്ട് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മുന്നേറുക എന്നുള്ളതാണ്. ഈ ഒരു യോഹന്നാൻ, ഇതൊക്കെ എഴുതി വെക്കുന്ന യോഹന്നാൻ ശ്ലീഹയുടെ ജീവിതം എടുത്താൽ നല്ലതാണ്. സഹനങ്ങളിലൂടെ കടന്നുപോയ യോഹന്നാനാണ് പിന്നെ ശുദ്ധീകരണത്തിൻ്റെ വഴികളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്.
ഈ യോഹന്നാൻ ഇങ്ങനെ ഈ 3 സഹനങ്ങൾ കടന്നുപോയി എന്നുള്ളതിൻ്റെ തെളിവാണ് പാത്മോസ് ദ്വീപിൻ്റെ അവൻ്റെ ജീവിതം മുഴുവൻ. നമുക്കൊന്നും അങ്ങനെ ഈ ഒരു യോഹന്നാനെ കൂട്ടുപിടിച്ച് സഹനങ്ങളിൽ കടന്നുപോയ ഒരു മനുഷ്യന് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുക പെട്ടെന്ന്. അത് യോഹന്നാൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത്, എൻ്റെ ചരിത്രം പറഞ്ഞത് ഇങ്ങനെ AD 81 തൊട്ട് 96 വരെയുള്ള കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ എന്ന് പറയണ അവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ് മതമർദ്ദനത്തിനൊക്കെ ആയിട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈ ഈശോയുടെ ശിഷ്യനായ ഈ പറയുന്ന യോഹന്നാൻ സ്ലീഹാനെ കൊണ്ടുപോയിട്ട് പാത്മോസ് ദ്വീപിൽ കൊണ്ടുപോയിടുക. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ യോഹന്നാന് വേണമെങ്കിൽ കുതറാനോ പതറാനോ സാധ്യതയുണ്ടായിരുന്നിട്ടും ഇദ്ദേഹം ചെയ്യുന്നത് എന്താ, ഈ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് യോഹന്നാൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു ശുദ്ധീകരണ പ്രക്രിയ സംഭവിച്ചു കഴിഞ്ഞ് ഏറ്റവും തെളിച്ചുള്ള ലേഖനങ്ങൾ എഴുതാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നത്. നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ക്ലാസിക്കലായിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തേ, ക്ലാസിക്കലായിട്ടുള്ള ആരുടെ പുസ്തകങ്ങൾ എടുത്തോ, ആ പുസ്തകങ്ങളുടെ ഒക്കെ ത്രെഡ് എന്ന് പറയുന്നത് അത് അത്രയും സഹനങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ പേരില്ല. ഒരു ഉദാഹരണത്തിന് ഖലീൽ ജിബ്രാൻ്റെ കവിതകൾ എടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എടുക്കുക. ഈ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ ലോകം ഇത്രയും ചേർത്ത് പിടിക്കുന്നത് ഇദ്ദേഹം കടന്നുപോയ കുറേ സഹനങ്ങളുടെ വഴിയിലൂടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ സഹനങ്ങളിലൂടെ കടന്നുപോയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് വിരിയുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ വചനം കേട്ട് സഹനങ്ങളിൽ കഴിഞ്ഞു വന്നിരിക്കുന്നവരോട് ഈ തിരുവചന സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ ജീവിതത്തിലും ഇനി വരുന്ന ജീവിതങ്ങൾക്കുമൊക്കെയുള്ള ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നീ ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വേദനിക്കുന്നവർ, ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നവർ കിടപ്പ് രോഗികളുണ്ടാവാം. കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് പറയണം, വെച്ചാൽ ഞങ്ങളിങ്ങനെ ശാലോൺ TV ഒക്കെ കാണുന്നതാ, പക്ഷേ ഈ സഹനങ്ങൾ താങ്ങാനായിട്ട് പറ്റണില്ല അച്ഛാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു കുറുക്ക് വഴി എന്ന് പറയുന്നത്, എൻ്റെ ഈശോ എന്നെ ഈ സഹനങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് സ്വർണം ശുദ്ധീകരിക്കണ പോലെ എന്നെ ശുദ്ധീകരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുക എന്നുള്ളതാ. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്നേഹമുള്ളവർ, ഒരു വേദനയും, എത്ര വലിയ കൊടും വേദനയിലൂടെ വേനലിലൂടെ കടന്നു പോകുന്നവർക്കും തിരിച്ചറിയണം, ഇതിന് ശേഷം ഇങ്ങനെ ഇലകൊഴിയണ കാലങ്ങൾക്കപ്പുറം, ബേബിച്ചേട്ടനൊക്കെ പറയുന്ന പോലെ ഇലകൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം തളിരണിയണ ഒരു കാലം നീ കണ്ടെത്തും. അത് ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും മാത്രം കിട്ടുന്ന കാര്യമാണെന്നുള്ളത് തിരിച്ചറിയാം. രണ്ടാമത്തെ കാര്യം, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് അതിജീവനത്തിൻ്റെ ഒരു സൗന്ദര്യവും സുഖവും കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. ജീവിക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. നമ്മളിങ്ങനെ ഒരു സാഹിത്യ ഭാഷയിൽ പറഞ്ഞ ആകാശത്തിലുള്ള പറവകൾ ജീവിക്കുന്നുണ്ട്, ആഴിയിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിജീവിക്കാനായിട്ട് മനുഷ്യന് പറ്റുള്ളൂ. ഇത് അതിജീവിക്കാനായി ഒരുവൻ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സഹനങ്ങളിലൂടെ ജീവിക്കുന്നവന് മാത്രമാണ് അതിജീവനത്തിന് ഉള്ള കുറുക്ക് വഴി സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ജീവിതം എന്ന് പറയുന്നത് കഥയാണ്. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കോ അതവർക്ക് കഥയല്ല ജീവിതം. ജീവിതം തന്നെ അത് അതിജീവനത്തിൻ്റെ മന്ത്രമായിട്ട് ഇങ്ങനെ തീരും എന്നുള്ളതാണ്. ഒരു കുഞ്ഞുദാഹരണത്തിന്, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ പഠിപ്പിക്കണം നോക്ക്. ഇത്രയും സ്നേഹിക്കുന്നതാണ് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ. അത് എന്താ പറയുക, മുട്ടയിടുന്നതും അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അത്രയും നല്ല കഴുകൻ്റെ കൂടെ അത്രയും പ്രഷ്യസാണെന്ന് പറയുന്നത്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ഇങ്ങനെ കമ്പുകൾ ശേഖരിച്ചു മരത്തിൻ്റെ മുകളിൽ എത്രയും സുരക്ഷിതമായൊരു സ്ഥലത്താണ് ഇത് കഴുകൻ കൂടുണ്ടാക്കുന്നത്. അതിനാദ്യം കുറേ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ചേർത്ത് വെക്കണം. അതിന് ശേഷം ഈ കഴുകൻ ചെയ്യുന്നത്, കഴുകൻ്റെ തന്നെ ശരീരത്തിലുള്ള തൂവലുകൾ ഇങ്ങനെ പറിച്ച് അതിങ്ങനെ ഒരു പൂമെത്ത പോലെ ആക്കുക. ഇനി ലാസ്റ്റ് സ്റ്റേജിലാണ്, ഇത്രയും നല്ല ഒരു സെക്യൂർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അത് മുട്ടയിട്ട് പോകുന്നത്. പക്ഷെ മുട്ടയിട്ട് കഴിഞ്ഞ് അത് വിരിഞ്ഞ് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന കഴുകനെ ഒന്ന് ഓർത്താൽ നല്ലതാ. ഈ കഴുകൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ വാ, ചെറിയ തീറ്റയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉയരാനായിട്ട് ഇവരോട് പറയും. പക്ഷേ ഈ മടിയന്മാരായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങൾ അതിങ്ങനെ പറക്കാതെ അതിങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ പതുക്കെ അതിൻ്റെ കൊക്ക് കൊണ്ട് ഇങ്ങനെ പതുക്കെ ചെറിയ ചെറിയ വേദനകൾ ഇവർക്ക് നൽകും. അപ്പോഴും അത് ചെയ്യില്ല. പിന്നെ ഇവരെ പഠിപ്പിക്കുന്നത്, ഏറ്റവും നന്നായിട്ട് അവസാനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയുമോ, ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ, പറക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായിട്ട് ഈ കഴുകൻ ചെയ്യണത്, ഇവൻ തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ കഴുകൻ ഉണ്ടാക്കിയ കൂട് ഇങ്ങനെ പിടിച്ച് വലിക്കുക. ഇങ്ങനെ വലിച്ചിട്ട് ഈ കൂട് ഇങ്ങനെ പൊളിച്ച് കളയുക. ഈ കൂട് ഇങ്ങനെ പൊളിച്ച് കളയുമ്പോൾ ഈ കഴുകൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വീഴാനായിട്ട് നിൽക്കുമ്പോൾ ഈ കഴുകൻ ഇങ്ങനെ താഴത്തിങ്ങനെ ചിറക് വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ വട്ടം അതിങ്ങനെ വീഴാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും ഈ കൂട് തകർന്നു പോയ കിളി ഇങ്ങനെ പതുക്കെ ഈ പറയുന്ന കഴുകൻ്റെ ചിറകുകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് അതിങ്ങനെ പറന്നുയർന്നത് ഇങ്ങനെ കാണും. ഏറ്റവും വലിയ വേദന കൊടുക്കുക.
എന്നിട്ട് കഴുകൻ പറയും കുഞ്ഞുങ്ങളുടെ അടുത്ത്, മക്കളെ ഇത്രയും വേദന തരുമ്പോഴാണ് നിങ്ങൾ ഉയർന്നു പറക്കുള്ളൂ. ഇപ്പം ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഈ ഒരു സുവിശേഷം നമ്മളോട് പറയണത് യോഹന്നാൻ ശ്ലീഹ അത്രയും വേദനയിലൂടെ കടന്നു പോയതാണ്. അത്രയും വേദന എന്ന് പറഞ്ഞാൽ അത്രയും വേദന. പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ തനിച്ചാവണു, അവൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ അവനെ എതിര് പറയണു, പാറ പൊട്ടിക്കണ സ്വരം കേൾക്കണു. ഈ വയസ്സിലാണ് ഭക്ഷണം ഇല്ലാതെ അങ്ങനെ ദുരിതങ്ങളിലൂടെ ഈ പറയണ യോഹന്നാൻ ശ്ലീഹ കടന്നു പോകുന്നത്. പക്ഷേ ഈ യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഇങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കാണുന്നത് അതിജീവനത്തിൻ്റെ ഒരു മന്ത്രം ഇദ്ദേഹം സ്വന്തമാക്കുക. ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൊക്കെ ഇദ്ദേഹം എഴുതി വയ്ക്കുക, പുതിയ ആകാശം പുതിയ ഭൂമി ഞാൻ കാണാം, പുതിയ ആകാശം പുതിയ ഭൂമി ഞാൻ കണ്ടു എന്ന് ഈ പറയണ യോഹന്നാൻ ശ്ലീഹ എഴുതി വെക്കുന്നത് അത് ഈ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിജീവിച്ചതാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹയ്ക്ക് കൊടുക്കണ ചിഹ്നം പോലും മത്തായിക്ക് മനുഷ്യനെ കൊടുക്കുമ്പോൾ ഈ പറയുന്ന യോഹന്നാൻ ശ്ലീഹയുടെ ചിഹ്നമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അത് ഈഗിളിന്റെ ചിഹ്നം, മീൻസ് കഴുകന്റെ ചിഹ്നം. കാരണം എന്താ, യോഹന്നാൻ ശ്ലീഹ അത്രയും ഇങ്ങനെ സഹനങ്ങളിലൂടെ ഈ പറയുന്ന ഡൊമീഷ്യന്റെ ചക്രവർത്തിയുടെ കാലത്ത് പോലും ഈ സഹനങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇതൊരു ആശ്വാസത്തിൻ്റെ സുവിശേഷമായിട്ട് തീരണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വേണം. ഇത് ഈ പറയണ സഹനം എന്നെ ഏതൊക്കെയോ മേഖലകളിൽ അതിജീവിപ്പിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തണം. നമ്മൾ ഇനി ആരും ഈശോയുടെ അടുത്ത് ഈശോ എൻ്റെ സഹനത്തിൻ്റെ നേരത്ത് നീ ഉണ്ടായില്ല എന്നൊരു കാര്യം ഇനി പറയരുത്. കാരണം ലാസറിൻ്റെ വേദനയുടെ സമയത്ത് ഈശോ ഉണ്ടായിരുന്നില്ല എന്നൊന്ന് ധ്യാനിച്ചേ. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ഞാനിങ്ങനെ ഈശോയുടെ അടുത്ത് പരാതി പറയണ്ടായിരുന്നു, ഞാനിപ്പോൾ പരാതി പറയണില്ല. മറിച്ച് ഞാനിങ്ങനെ ഓർക്കും, ഈശോ യോഹന്നാൻ്റെ ഈ പറയുന്ന ലാസറിൻ്റെ അവിടേക്ക് പോയിട്ടില്ല. ഒരുപക്ഷെ ഈ സഹനങ്ങളുടെ സമയത്ത് എൻ്റെ ഈശോ എൻ്റെ അടുത്തേക്ക് വരില്ലായിരിക്കും. പക്ഷേ ഈശോ അതൊക്കെ നിന്ന് കാണുന്നുണ്ട്. ഈ സഹനങ്ങളിൽ നോക്കിക്കാണുമ്പോൾ ഞാൻ അതിനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അതിലൂടെ കടന്നു പോകുമ്പോൾ അതിനപ്പുറത്ത് എൻ്റെ ഈശോ ഉണ്ട് എന്നുള്ളത്. ഈശോക്ക് ഇങ്ങനെ നമ്മളെ സഹനങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് മാറ്റി നിർത്തുന്ന ആളൊന്നുമല്ല. എലീവിസിലൊക്കെ പറയില്ല, ഈ അപകടത്തിൽ പെടുമ്പോൾ നിന്റെ ഈശോ എവിടെയായിരുന്നു? അപ്പോൾ പറയണ മറുപടി പറഞ്ഞു കൊടുക്കണത് എന്താ, നിന്റെ പിതാവായ ദൈവം എവിടെയായിരുന്നു ഇവനെ കുരിശിലേറ്റുമ്പോൾ? അപ്പോൾ അവൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇത് ഫീൽ ചെയ്യണമെങ്കിൽ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈശോയുടെ ഒരു സാമീപ്യമൊക്കെ കണ്ടെത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളാവട്ടെ തന്നെ ചെറിയ സഹനങ്ങളൊക്കെ വരുമ്പോഴും ദൈവത്തെയൊക്കെ ഇങ്ങനെ മറന്നു പോണവർ, ഒരു അപകടത്തിൽ വിട്ട് ഇങ്ങനെ ഒരു മോനെയൊക്കെ നഷ്ടപ്പെട്ട അപ്പച്ചനിങ്ങനെ ഓർക്കുക, ഞാനിനി പള്ളി വരില്ല അച്ഛാ, ഞാനിനി ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കില്ല, ഇങ്ങനെ വളരെ ഇങ്ങനെ സഭയിൽ നിന്ന് പോലും മാറുക ഇദ്ദേഹം പറയണ കാര്യം. ഞാനിങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ മോനെ എൻ്റെ ഈശോ എടുത്ത് മാറ്റിയില്ലേ, ഇനി ഞാൻ എന്തിനാ ഈശോയിലേക്ക് വിശ്വസിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നമ്മുടെ ലൈഫിൽ ഇതുപോലെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും ആവാത്ത രീതിയിലുള്ള സഹനങ്ങൾ, കല്യാണം കഴിച്ച ഭാര്യ ഒരുപക്ഷെ ഭ്രാന്തുള്ളവൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള നമ്മൾ തുടങ്ങിയ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വഞ്ചിക്കുന്നവർ ഒക്കെ സഹനങ്ങളായിരിക്കാം. പക്ഷേ ഈ സഹനങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓർക്കണം, ഇത് നിന്നെ അതിജീവിപ്പിക്കാനായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം, ഇങ്ങനെ നാളെയെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഒരുവന് വെളിപ്പെട്ട് കിട്ടുന്നത് സഹിക്കുമ്പോൾ മാത്രമാണ്. യോഹന്നാൻ ഈശോയുടെ കൂടെ നടന്ന മനുഷ്യനാണ്. ഈശോയുടെ കൂടെ നടക്കുമ്പോഴൊന്നും യോഹന്നാൻ ഒരു ദർശനവും കണ്ടിട്ടില്ല എന്നാണ് തിരുവചനം പറയുന്നത്. പിന്നെ യോഹന്നാന് ദർശനം കിട്ടുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വർഗം തുറക്കപ്പെടുന്നത്, മാലാഖമാരിങ്ങനെ അരങ്ങേറുന്നതൊക്കെ യോഹന്നാൻ ശ്ലീഹ കാണുന്നത് ഓൺലി ഇൻ ദ ടൈം ഓഫ് സഫറിങ്, അല്ലെങ്കിൽ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് യോഹന്നാൻ ശ്ലീഹ കാണുന്നത് സൂര്യകാന്തം കൊണ്ട് മെനയുന്ന സിംഹാസനം, ഇന്ദ്രനീലം കൊണ്ട് പൊതിയുന്ന ആ സ്ഥലമൊക്കെ യോഹന്നാൻ ശ്ലീഹ നാളെയെക്കുറിച്ച് കാണുന്നത് മുഴുവൻ ഇങ്ങനെ ഇത്രയും സഹനങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സഹനത്തിലായിരിക്കുന്നവരോട് ഈ സുവിശേഷം പറയണത് ഈ ലാസറിൻ്റെ ജീവിതം വെക്കുക, എന്നിട്ട് പറയുക, ഒരുപക്ഷെ മരണം പോലെ സംഭവിച്ച അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാവാം. മരണകരമായ അനുഭവത്തിലൂടെ നീ കടന്നുപോയതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരിക്കാം നിൻ്റെ ജീവിതത്തിലുണ്ടാവുക. പക്ഷേ നീ ഭയപ്പെടണ്ട. ഈ മരിച്ചവനെ ഉയർപ്പിച്ച നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ സമയത്ത്, അല്ലെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് അവിടുന്ന് പുതിയ ദർശനങ്ങൾ അവിടുന്ന് നൽകും. അതിന് നല്ലൊരു ഉദാഹരണം എപ്പോഴും നമ്മൾ പറയാറുള്ള ആ നോബർട്ടമ്മയുടെ ജീവിതം. അമ്മേനെ കാണാനായിട്ട് ഞാനിങ്ങനെ മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് പോയിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ നോബർട്ടമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനിനി 1 മാസം കൂടി എന്നെ കാണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ, അമ്മ ഇനിയും കുറേ നാളൊക്കെ ജീവിക്കുമല്ലോ, എന്തിനാ അമ്മ ഇങ്ങനെ പറയണേ, നോബർട്ടമ്മ ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയാം. സ്നേഹമുള്ളവരെ, അങ്ങനെ ഞാൻ ഈ അമ്മയെ കണ്ടതിൻ്റെ പിറ്റേ മാസം കൃത്യസമയത്ത് ഈ അമ്മ ഈ ലോകം വിട്ടു പോവാം. ഞാൻ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഈശോയെ എങ്ങനെ ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദർശനമൊക്കെ, അത് മരണത്തെക്കുറിച്ച് പറയാനായിട്ട് ഈ അമ്മയ്ക്ക് എങ്ങനെ കിട്ടി?
അപ്പോൾ അത് കഴിഞ്ഞ് തിരുവചനം എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈശോ എനിക്ക് കാണിച്ചു തരാം, സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് കൊതറാതെ സഹിക്കുന്നവർക്ക് ഞാൻ ദൈവിക ദർശനങ്ങൾ കൊടുക്കും. ഈ അമ്മയുടെ ജീവിതം നമുക്കൊക്കെ അറിയണം. 2 കാലും തളർന്നു പോയി ആൾത്താരയിൽ പൂ വയ്ക്കാൻ കയറുന്നതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ മുകളിൽ നിന്ന് വീണ് കിടപ്പ് രോഗിയായിട്ട് വർഷങ്ങൾ കിടന്ന ഒരു സിസ്റ്ററാണ്. എത്രത്തോളം വേദന സഹിക്കാൻ പറ്റുമോ അതൊക്കെ ഈ പാവപ്പെട്ട സിസ്റ്റർ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാണാൻ പോകുമ്പോൾ എലി കടിച്ചിട്ട് ശരീരത്തിന് എടുത്തു പോവാം. എലി കടിച്ചിട്ട് എലി ഇങ്ങനെ ആ ശരീരത്തിൻ്റെ തുണ്ടിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടതാണ്. അപ്പോൾ ഈ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അമ്മേ വേദനയില്ലേ അമ്മേ? വേദനയുണ്ട്, പക്ഷേ സഹിക്കണത് ലാഭസ്റ്റാഴ്സ, സുഖിക്കണത് നഷ്ടം. ഈ അമ്മ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ്? സഹിക്കണത് ലാഭ. എൻ്റെ ഉള്ള സ്നേഹമുള്ളവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹനമൊക്കെ ഇങ്ങനെ ലൈഫിലേക്കൊക്കെ വരുമ്പോൾ അത് ലാഭമെന്ന് പറയാനൊന്നും എനിക്ക് പറ്റണില്ല. തകർന്നു പോയി തന്നെയാണ് ചെയ്യണേ. ഒരു ചെറിയൊരു ക്രൈസിസ് ഉണ്ടാവണോ, അല്ലെങ്കിൽ ഇടവെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയണോ, അല്ലെങ്കിൽ ഇതൊക്കെയാണോ പൗരോഹിത്യനൊക്കെ ചിന്തിക്കുന്ന രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സഹനങ്ങളുടെ വേലിയേറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ലാഭമെന്ന് പറയാനൊന്നും പറ്റണില്ല. പക്ഷേ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ സഹനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ലാഭങ്ങൾ മാത്രമേ തരുള്ളൂ. സഹനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ അതിജീവനത്തിനപ്പുറത്തുള്ള ദർശനങ്ങളുടെ ലോക തരുള്ളൂ എന്നുള്ളത്. നമ്മളിതിൻ്റെ തിരുവചനത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോവുക. ഒരുവനെ നല്ല അവബോധത്തിലേക്ക് എത്തിക്കാനും ഒരുവനെ തിരിച്ചറിവുള്ളവനാക്കാനും സഹനം സഹായിക്കും. സഹനം സഹായിക്കുന്ന 2 മേഖലകളാണ്. തിരിച്ചറിവുള്ളവനാക്കണം, അത് യോഹന്നാൻ്റെ ജീവിതം തന്നെയാണ്. യോഹന്നാൻ സഭയെക്കുറിച്ചോ സഭയുടെ മതമർദ്ദനങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാതിരുന്നതാണ്. പക്ഷേ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പിന്നെ ഈ സഭ ഏൽക്കേണ്ടി വരുന്ന മതമർദ്ദനങ്ങളെക്കുറിച്ച് പിന്നെ ലേഖനങ്ങളിൽ എഴുതുക, അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കിട്ടുക, ഈ മതമർദ്ദനങ്ങൾ ഇന്ന കാര്യങ്ങൾക്കാന്നുള്ളത് അവബോധത്തിലേക്ക് കിട്ടുക. ഇനി നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ധൂർത്തുപുത്രൻ്റെ ഉപമെടുത്തേ. ധൂർത്തുപുത്രൻ സഹിക്കുന്നതിന് മുമ്പ് വരെ അവന് ഒരു തിരിച്ചറിവും ഉണ്ടായിരുന്നില്ല. അപ്പൻ്റെ സ്വത്ത് നശിപ്പിക്കണു, അവിടെ പോയിട്ട് നാട്ടുകാരോടെ കളിച്ച് ചിരിച്ച് നടക്കണം, അങ്ങനെ നടക്കണ്ടായിരുന്ന ആളാണ്. പക്ഷേ അവസാന സമയത്ത് ഈ പന്നികൾക്ക് കൊടുക്കുന്ന തീറ്റ പോലും കിട്ടാതായി കഴിഞ്ഞ സഹനങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവന് പതുക്കെ ഒരു തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ ഈ സഹിക്കുന്ന മനുഷ്യന് മാത്രമാണ് ഒരു തിരിച്ചറിവിൻ്റെ വെട്ടം കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കിട്ടിയ സഹനങ്ങൾ നമ്മളത് കളയാതെ അത് കർത്താവിന് ഇപ്പോൾ സമർപ്പിക്കാനായിട്ട് നോക്കാം. ഈ ഒരു വചനധ്യാനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നുണ്ട്, ലാസർ സഹിച്ചപ്പോൾ, ലാസറിൻ്റെ കുടുംബാംഗങ്ങൾ പൂർണ്ണമായി സഹിച്ചപ്പോൾ, കർത്താവിനോട് ചേർന്ന് നിന്ന് സഹിച്ചപ്പോൾ കർത്താവ് അവനെ, ലാസറിനെ ആ കുഴിമാടത്തിൽ നിന്ന് ഉയർത്തി എന്ന് ഓർക്കുക. കണ്ണുകളടയ്ക്കാൻ നമുക്ക് കരങ്ങൾക്ക് ഒപ്പം. ഒരു ദൈവശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളിലേക്കും വന്ന് നിറയട്ടെ. യേശുവേ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അങ്ങിപ്പോൾ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം കിടപ്പ് രോഗികൾ, മാറാത്ത രോഗങ്ങളാൽ കഴിയുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിൽ തകർന്നുപോയ അനേകം മക്കൾ, ഈ സഹനങ്ങൾ കൊണ്ട് ഞാൻ നെറ്റോട്ട് ഓടുന്നു ഈശോയെ, എങ്കിലും നിന്റെ കുരിശിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ ഒരു ദൈവശക്തി ഇപ്പോൾ നിറയുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് സഹനങ്ങൾ ഏറ്റെടുത്തവളെ, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കട്ടെ. ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.